ഇതാണ് ഇമ്മമ്മ. ഇമ്മമ്മാന്റെ ആങ്ങളല്ലേ? ഏട്ടനെ അനിയനാ? ഏട്ടൻ തന്നെ. ഏട്ടന്. ഞങ്ങൾ രണ്ടാളെന്നോട് കൊണ്ട് മാത്രമല്ല. എന്ന് പോയതാണ് പോര്? എന്നോ മരിച്ചു അവിടെ പോയി. ഇപ്പൊ ആരാ അവിടെ? അവന്റെ കുട്ടികൾ രണ്ട് പെണ്ണുങ്ങൾ അവരിങ്ങോട്ട് വന്നിട്ടുണ്ടായില്ലേ? വന്നിരുന്നേ. എത്ര കൊല്ലം? ഒരുപാട് കണ്ടിട്ട് ഇന്ന് ഒരുപാട് കറിയൊക്കെ എങ്ങോട്ട് പോകാനാമോ കാറ് കഴിക്കണ? എന്താ കൊടുക് കൊടിയിലെന്താ? കൊടുകില് ഇവിടെ ലേശം കുടുംബക്കാരുണ്ട്. അഡ്രസ് ഉണ്ടോ? എന്റെ ഒക്കെ അഡ്രസ് ഉണ്ട്, പക്ഷെ നമ്പർ ഇല്ല. അഡ്രസ് കൊറേ മുമ്പ് ആ ഡയറിയിൽ എഴുതി വെച്ച അഡ്രസ് ഉണ്ട്. നമുക്ക് പോയാക്കിയാലോ അഡ്രസ് വെച്ചിട്ട്? പോയൊക്കെ നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 1950 1960 ആ കാലഘട്ടങ്ങളിലൊക്കെ നാട് വിട്ട്, അതായത് നമ്മളുടെ കേരളത്തിൽ നിന്നൊക്കെ നാട് വിട്ട് പുറത്തേതെങ്കിലും സംസ്ഥാനങ്ങളിലോട്ടൊക്കെ പോവാന്നുള്ളത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളുടെയൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെയൊക്കെ കുടുംബത്തിലോ ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നാട് വിട്ടു പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. ആ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എൻ്റെ വല്യമ്മാൻ്റെ ഏക സഹോദരൻ, അതായത് എൻ്റെ ഉപ്പാൻ്റെ അമ്മാവൻ. അദ്ദേഹം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു 20s നാട് വിട്ടു പോയതാണ്. അദ്ദേഹം അന്ന് പോയത് കർണാടകയിലെ നമ്മൾക്ക് അറിയാവുന്ന കൊടുക് അല്ലെങ്കിൽ കൂർഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് അദ്ദേഹം അന്ന് പോയത്. ഉമ്മമാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അദ്ദേഹം അന്ന് അവിടെ പോയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ വരുമായിരുന്നു. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് അവിടെ അങ്ങനെ സെറ്റിലായി. അദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ടോ, ഏകദേശം ഒരു 25 വർഷത്തിന് മുകളിലായി അദ്ദേഹം മരണപ്പെട്ടിട്ട്. പക്ഷെ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അവരുടെ ആ 2 പെൺമക്കള് ഇടയ്ക്കൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറേ കാലമായി, കുറേ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 വർഷത്തിനൊക്കെ മുകളിലായി അവർ നമ്മളെ വീട്ടിൽ വന്നിട്ടില്ല. നമ്മൾക്ക് അവരെ ഇതുവരെ കോണ്ടാക്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. അവരിപ്പോൾ എവിടെയോ, നമ്മളൊന്ന് കൊടുക് വരെ അവരെ തെരഞ്ഞു പോയാൽ നമുക്ക് അവരെ കാണാൻ പറ്റുമോ? അങ്ങനെ കഴിഞ്ഞ പെരുന്നാൾ അവധിക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് കൊടുക് വരെ അവരെ തേടിയൊരു യാത്ര പോയി. അപ്പോൾ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കാലങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത നമ്മളെ ബന്ധുക്കളെ തേടിയിട്ടുള്ളൊരു അന്വേഷണ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അന്വേഷിച്ചു പോയാലും അവരെ കണ്ടെത്താൻ പറ്റുന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല കേട്ടോ. കാരണം കുറേ വർഷമായി അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് അവർ അവസാനമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ഏകദേശം ഒരു 20 വർഷത്തിന് മുകളിലായി. ആ ടൈമിൽ ഉപ്പ ഗൾഫിലായിരുന്നു. ഉമ്മ അവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കോണ്ടാക്ട് നമ്പറൊന്നും വർക്ക് ചെയ്യുന്നില്ല. കുറേ കാലമായിട്ട് ഉമ്മ ആ ഒരു കോണ്ടാക്ട് നമ്പറിലോട്ട് ഇങ്ങനെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിലോട്ട് വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. എന്താണെങ്കിലും ഒന്ന് പോയി നോക്കാം, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നുള്ള ആ ഒരു മനസ്സോടെ ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അന്വേഷിച്ചു പോകാൻ നമ്മളുടെ കയ്യിലുള്ളത് പഴയൊരു അഡ്രസ്സ് മാത്രമാണ്. പഴയൊരു അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 1988 ഉപ്പാക്ക് അവരൊരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കത്തിലെ അഡ്രസ്സ് ഉപ്പ അന്നത്തെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഡയറി ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡയറി ചെക്ക് ചെയ്തപ്പോൾ അതിന് അവരുടെ പഴയൊരു അഡ്രസ്സ് കിട്ടി. ആ അഡ്രസ്സിലൊരു പോസ്റ്റ് ഓഫീസിൻ്റെ പേരുണ്ട്. അങ്ങനെ കൊമ്പൂർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ നിലവിലുണ്ടോ എന്നുള്ളത് നമ്മൾക്കറിയില്ല. പക്ഷേ കൊമ്പൂർ എന്നുള്ള ആ ഒരു സ്ഥലപ്പേര് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റി. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ കൊമ്പൂർ എന്നുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ പേര് സെറ്റ് ചെയ്തു. നോക്കുമ്പോൾ 6 മണിക്കൂറിന് മുകളിലുണ്ട് ദൂരം. വയനാട് വഴിയാണ് നമ്മളുടെ യാത്ര എന്നുണ്ടെങ്കിലും വയനാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നും നമ്മൾ നിർത്തിയില്ല. കാരണം നമ്മൾക്ക് എത്രയും പെട്ടെന്ന് കൂർഗിലെത്തണം. അവിടെ എത്തിയിട്ട് വേണം അവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. നമ്മളുടെ കയ്യിലുള്ള ഈ അഡ്രസ്സിൽ തന്നെയാണോ അവരിപ്പോൾ താമസിക്കുന്നത്, അതോ അവിടുന്ന് താമസം മാറിപ്പോയിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമ്മൾക്കറിയില്ലല്ലോ. നമ്മളുടെ ഡയറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് അത് ഉമ്മമ്മയുടെ സഹോദരൻ്റെ അഡ്രസ്സാണല്ലോ. പക്ഷെ അദ്ദേഹം എന്നോ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് 2 പെൺമക്കൾ മാത്രമാണല്ലോ ജീവിച്ചിരിക്കുന്നത്. അവർ അതേ അഡ്രസ്സിലുള്ള സ്ഥലത്ത് തന്നെയാവോ താമസിക്കുന്നുണ്ടാവോ, അതോ അവരെ കല്യാണം കഴിച്ച് അവർ വേറെ സ്ഥലങ്ങളിലാവോ താമസിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെങ്ങനെ കണ്ടെത്താൻ കഴിയും? ഇനി അഥവാ എങ്ങനെയെങ്കിലും അവരെ കണ്ടെത്തിയാൽ തന്നെ അവർക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവോ? അവരുടെ ആ ഒരു റിയാക്ഷൻ എന്താവും എന്നൊക്കെയുള്ള കുറേ ആകാംക്ഷകളും കുറേ ചോദ്യങ്ങളും ഉണ്ട് ഞങ്ങളുടെ മനസ്സിൽ. ആ ഒരു ചോദ്യങ്ങൾക്കെല്ലാം കൂടിയുള്ള ഒരു ഉത്തരം കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര. അങ്ങനെ സമയം വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്ന ആ കുമ്പൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തെത്തി. ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മളെ പണ്ടത്തെ ആ ഒരു അഡ്രസ്സിലുള്ള ആ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, ആ ഒരു പോസ്റ്റ് ഓഫീസ് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആക്ച്വലി ഈ പോസ്റ്റ് ഓഫീസ് തന്നെ ഇവിടെ ഉണ്ടാവും എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു ആശങ്ക. പക്ഷേ ഈ പോസ്റ്റ് ഓഫീസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി.
പക്ഷേ സമയം 4 മണിയൊക്കെ കഴിഞ്ഞ ഉടനെ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമ്മളുടെ ഒരു പ്ലാന് എങ്ങനെയെങ്കിലും പോസ്റ്റ് ഓഫീസിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഒന്ന് തിരക്കിയാൽ ചിലപ്പോൾ പഴയ അഡ്രസ്സൊക്കെ വെച്ച് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സാധ്യത ഉണ്ടല്ലോ. അതായിരുന്നു നമ്മളുടെ ഒരു പ്ലാൻ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊരു മുസ്ലിം പള്ളി മഹലുണ്ടാവുമല്ലോ, ആ ഒരു പള്ളിയിലൊക്കെ പോയി ഒരു അഡ്രസ്സ് വെച്ചൊന്ന് അന്വേഷിക്കാം എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പ്ലാൻ. ഈ പോസ്റ്റ് ഓഫീസ് നിൽക്കുന്ന ഈ ഒരു സ്ഥലം വളരെ ചെറിയൊരു വില്ലേജാണ്. ഇവിടെ ഒരു 2-3 ഷോപ്പുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈ ഒരു പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുള്ള ആ ഒരു ഷോപ്പുകളുടെ ആളുകളുടെ അടുത്തൊക്കെ ഈ ഒരു അഡ്രസ്സ് വെച്ച് തിരക്കി നോക്കുന്നുണ്ടെങ്കിലും നിരാശയായിരുന്നു ഫലം. കാരണം നമ്മളുടെ അഡ്രസ്സിലുള്ള ആളുടെ പേര് അബു എന്നാണ്. അബു എന്നുള്ളത് ഇവിടുത്തെ ഒരു കോമൺ പേരായതുകൊണ്ട് തന്നെ അവർക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരൊരു സൂചന തന്നു. ആ ഒരു അഡ്രസ്സിൽ ജെമിനി എസ്റ്റേറ്റ് എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ആ ജെമിനി എസ്റ്റേറ്റിലൊക്കെ കുറെ മുമ്പ് ജോലി ചെയ്തിരുന്നവരൊക്കെ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് കുറച്ച് പേര് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞത് പ്രകാരം ആ ഒരു സ്ഥലത്ത് നിന്ന് 2-3 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിച്ച് ഹൊസ്തോത്ത എന്ന് പറയുന്ന വേറൊരു ചെറിയ സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചെറിയ കുറച്ച് ഷോപ്പുകൾ മാത്രമാണ്. അപ്പൊ ഇവിടെ കണ്ട ഒരു ചായക്കടയിൽ ഞങ്ങൾ കയറി അന്വേഷിക്കാന്ന് വെച്ചു. ഈ ഒരു സ്ഥലത്തുള്ള അധിക ആളുകളും കേരളത്തിൽ നിന്നൊക്കെ ഇവിടെ കുടിയേറി പാർക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം അറിയുന്നതുകൊണ്ട് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഇവിടെ വളരെ ഈസിയാണ്. ഇവിടെ ആദ്യം തന്നെ കണ്ട ഒരാളുടെ അടുത്ത് നമ്മൾ ഈ ഒരു അഡ്രസ്സ് കാണിച്ചു കൊടുത്ത് നമ്മൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷെ അദ്ദേഹത്തിനും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇല്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ഒരാൾക്ക് നമ്മളുടെ ഈ ഒരു അഡ്രസ്സ് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തു. പക്ഷേ അബൂബാപ്പു എന്നുള്ള പേരാണ് പ്രശ്നം. കാരണം ഈ ഒരു ഏരിയയിൽ 3-4 അബൂബാപ്പു എന്നുള്ള പേരുള്ള ആളുകൾ താമസിച്ചിരുന്നു. പക്ഷെ നമ്മളുടെ അഡ്രസ്സിലുള്ള അബൂബാപ്പു എന്ന് പറയുന്ന ആൾക്ക് 2 പെൺമക്കൾ മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം ഒരു 25 വർഷം മുമ്പ് മരണപ്പെട്ടതാണെന്നും പറഞ്ഞപ്പോൾ ഈ കടയിലിരിക്കുന്ന ആൾക്ക് ചെറുതായിട്ടൊന്ന് ഉറപ്പിച്ച പോലെ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ആ ഫോൺ ചെയ്ത ആൾ വരുന്നത് വരെ ഞങ്ങളെ ഇവിടെ പിടിച്ചിരുത്തി ഞങ്ങൾക്ക് ചായയും പലഹാരങ്ങളൊക്കെ തന്ന് ഞങ്ങളെ നല്ല രീതിയിൽ സൽക്കരിച്ചു. ഇദ്ദേഹം ഫോൺ ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്നറിയോ? നമ്മളിപ്പോൾ തേടി വന്നിട്ടുള്ളത് നമ്മളുടെ ഉമ്മമാന്റെ സഹോദരന്റെ 2 പെൺമക്കളെയാണല്ലോ നമ്മൾ തേടി വന്നിട്ടുള്ളത്. അതിൽ ഒരു മകളുടെ ഹസ്ബൻഡിനെയാണ് ഇദ്ദേഹം ഫോൺ ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ ഫോൺ ചെയ്തിട്ടുള്ള ആൾ വന്നാൽ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മൾ തേടി വന്ന ആളെ നമ്മൾ കണ്ടെത്തിയോ ഇല്ലയോ എന്ന്. അങ്ങനെ ഒരു 10 മിനിറ്റ് ഈ ഒരു ചായക്കടയിൽ വെയിറ്റ് ചെയ്തപ്പോൾ അവർ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ആൾ ചായക്കടയിൽ എത്തി. ഉമ്മാക്കും ഉപ്പാക്കും അദ്ദേഹത്തെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല. കാരണം ഉമ്മയും ഉപ്പയും ഇതുവരെ അവരെ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായി നമ്മൾ തേടി വന്നിട്ടുള്ള ആ 2 പെൺമക്കളിലെ ഒരാളുടെ ഹസ്ബൻഡാണ് ഇദ്ദേഹം. ഈ ഒരു ചായക്കടയുടെ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ അവരുടെ വീട്ടിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ വീട്ടിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലെത്തിയാലേ ഉള്ള ആ ഒരു റിയാക്ഷൻ എന്താവുമെന്നാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ആലോചിക്കുന്നത്. അവർക്ക് നമ്മളെ ഓർമ്മ ഉണ്ടാവോ? അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ അറിയാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഉമ്മാനെയും ഉപ്പാനെയും കണ്ടപ്പോൾ അവർ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. ഒരു 20-25 വർഷങ്ങൾക്ക് ശേഷമായിട്ടാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. അവരും ഭയങ്കര ഹാപ്പിയാണ്, നമ്മളും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇത്രയും പെട്ടെന്ന് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് പോകാനൊരു വിരുന്നേര് വന്നതല്ലേ. പിന്നെന്തൊക്കെ വിശ്വാസമായി. അങ്ങനെ അവർ 25 വർഷങ്ങൾക്ക് ശേഷം അവരുടെ അമ്മായിയായിട്ട്, അതായത് എൻ്റെ ഉമ്മമായിട്ട് അവർ ഫോണിൽ സംസാരിച്ചു. അവർ 2 പേരും അടുത്തടുത്താണ് വീട് വെച്ച് താമസിക്കുന്നത്. അങ്ങനെ അവരുടെ 2 പേരുടെ വീടും വിസിറ്റ് ചെയ്തു. തൊട്ടടുത്തുള്ളൊരു പുഴയുടെ അടുത്ത് പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തു. രാത്രി അവരുടെ വീട്ടിൽ താമസിച്ച് ഫുഡ് കഴിച്ചു.
ഞങ്ങളിങ്ങനെ കുടുകിക്ക് ഞങ്ങളൊരു കുടുംബക്കാരുണ്ടായിരുന്നു, ഓലെ തെരഞ്ഞു പിടിച്ച് വന്നതാണ്. അപ്പോൾ ഒരിക്കൽ ഞങ്ങളെ കണ്ടു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നിങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ വന്നുങ്ങാണ്ടൊക്കെ തെരഞ്ഞു പിടിച്ചാൽ ഓർക്കും ഞമ്മക്കും ഒക്കെ അതൊരു സന്തോഷമാക്കാരം. പിറ്റേ ദിവസം രാവിലെ അവരുടെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരുമിച്ച് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് സന്തോഷത്തോടെ ഞങ്ങള് നാട്ടിലോട്ട് തിരിച്ചു പോവാണ്. നമ്മളുടെ ഇന്നത്തെ ഒരു ജീവിതത്തിന്റെ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടായിട്ട് ഇതുപോലെ മറന്നുകൊണ്ടിരിക്കുന്ന കുറെ സുഹൃത്ത് ബന്ധങ്ങളും കുറെ കുടുംബ ബന്ധങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ. അപ്പൊ അതുപോലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുക. ഉമ്മ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് വരെ